നമ്മൾ ഖുർആൻ ഓതും തന്നെ ഒരു പ്രത്യേക ശൈലിയല്ലേ? സാധാരണ അറബ് സംസാരിക്കും പോലെയല്ലല്ലോ. ഇത് എവിടുന്നാ കിട്ടുന്നത്? ഇത് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഓതിത്തരുന്നതനുസരിച്ച് തന്നെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി കുറച്ചധികം നീട്ടുന്നുണ്ട്. അർ-റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോടുമ്പോ ബിസ്മില്ലാഹി എന്നിടത്ത് അല്ലാ എന്ന് പറയുമ്പോൾ ഒരു അലിഫാൻ. ആ അലിഫിനെ നീട്ടേണ്ട വിധമാണ് അർ-റഹ്മാൻ എന്ന് പറയുന്നിടത്ത് നമ്മൾ നീട്ടുന്നത്. പക്ഷെ ബിസ്മില്ലാഹ് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ചധികം നമ്മൾ അതിന് നീട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു അലിഫാണ് നമ്മൾ കാണാൻ പക്ഷേ കുറെ അധികം നീട്ടുന്നുണ്ടത്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസ്വദ്ദഖ ബിഹി. നിങ്ങൾക്ക് ഇവിടെ ഖിറാഅത്ത് കേട്ടില്ലേ? ആ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ചിലയിടത്തൊക്കെ അധികം നീട്ടുന്നല്ലോ, ചിലയിടത്ത് കുറവ്. നമ്മളെ മലയാള ഭാഷയിൽ അങ്ങനെ നീട്ടലും കുറവും. നീട്ടേണ്ടടുത്ത് സാധാരണഗതിയിലുള്ള നീട്ടലിന്റെ അപ്പുറം നീട്ടിയാൽ ആഭാസമാകും. അർത്ഥലോപം വരുമെന്ന് മാത്രമല്ല, അവന് വട്ടും ഭ്രാന്തുമാണ് എന്ന് പറയും. അള്ളാന്റെ കലാം ഓടിയപ്പോ അറബികൾ ആരും അത് പറഞ്ഞില്ല, ഓത്തു കേട്ട് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ ഖുർആൻ പാരായണം കേട്ട് പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ ഓതുന്നത് കേട്ടിട്ട് ഒരൊറ്റ അവിശ്വാസിയും പറഞ്ഞിട്ടില്ല.